ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കുറേ ദിവസമായിരുന്നല്ലേ വീഡിയോ ഒക്കെ ഇട്ടിട്ട്. നമ്മൾ വീഡിയോ എന്താണ് ഇടാത്തതെന്നുള്ള കാരണം പറഞ്ഞ് ഞാനൊരു വീഡിയോ ഇട്ടായിരുന്നു. എല്ലാവരും അത് കണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പം നമ്മുടെ ഫാഷൻ ഡിസൈനിങ് കോഴ്സിനെ കുറിച്ചുള്ള വീഡിയോ ആയിരുന്നു നമ്മൾ ചെയ്തു പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള ഭാഗമാണ് ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് ഗാർമെൻറ്റ് കൺസ്ട്രക്ഷൻ ആണ്. അപ്പം അതിനകത്തെ ബേസിക് ആയിട്ടുള്ള ഭാഗമാണ് നമ്മൾ നോക്കുന്നത്. ഇതിന് മുമ്പത്തെ നമ്മുടെ വീഡിയോയുടെ ലിങ്ക് എല്ലാം ഉണ്ടല്ലോ, ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർ ഉണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കണേ. അപ്പോൾ നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ വേണ്ടി പോകുന്നത് സീം ഫിനിഷസ് ആണ്. നമ്മളൊരു 8 തരത്തിലുള്ള സീം ഫിനിഷസ് ഇവിടെ ചെയ്യുന്നുണ്ട്. അതുപോലെ നമ്മൾ അത് കൂടാതെയും കൊണ്ട് നമ്മളൊരു 2 തരത്തിലുള്ള സീം ഫിനിഷസും കൂടി നമ്മൾ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പം നേരെ ഞാനിവിടെ 2 പീസ് തുണിയാണ് എടുത്തിരിക്കുന്നത്. അതിനെ രണ്ടിനെയും കൂടി ഒരുമിച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ട് വേണ്ട നമ്മൾ അതിനൊരു 1/2 ഇഞ്ചോ 1 ഇഞ്ചോ നമ്മൾ സാധാരണ തയ്ക്കുന്ന ഒരു സീം ഫിനിഷസ് ആണിത്. അതായത് പ്ലെയിൻ സീമാണ് നമ്മൾ ചെയ്യുന്നത്. അതിന് വേണ്ട നമ്മൾ 1/2 ഇഞ്ചോ 1 ഇഞ്ചോ നമ്മൾ എത്രയാണോ സീം ലെൻസ് വിടുന്നത് അതിൻ്റെ ആ ഒരു കണക്കിലാണ് നമ്മൾ ഇതിൻ്റെ സൈഡിൽ കൂടി സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പം കണ്ടല്ലോ, ഇതാണ് നമ്മുടെ ഫസ്റ്റ് സീം എന്ന് പറയുന്നത്, അതായത് പ്ലെയിൻ സീം. നമ്മൾക്ക് ഇനി മുന്നോട്ട് ഏത് സീം ചെയ്യണമെന്ന് പറഞ്ഞാലും നമ്മൾ ആദ്യമേ ഒരു പ്ലെയിൻ സീം കൊടുത്തിട്ടാണ് ബാക്കിയുള്ള സീം വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം കണ്ടല്ലോ, ഇതെങ്ങനെയാണ് വരുന്നത്, ഇതെല്ലാവർക്കും അറിയാമല്ലേ. ഈ ഒരു സീം നമ്മൾ എല്ലാത്തിലും നമ്മുടെ സീം ഫിനിഷസിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന സീമാണ് ഇത്. അപ്പോൾ ഇതെല്ലാവർക്കും അറിയാമല്ലോ. ഇനി നമ്മൾ രണ്ടാമതായിട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്, നമ്മളിങ്ങനെ പ്ലെയിൻ സീം കൊടുക്കുന്നു. എന്നിട്ട് ഒന്നില്ലെങ്കിൽ നമുക്ക് അതിൻ്റെ ഓരോ ഭാഗത്തായിട്ട്, ഇല്ലെങ്കിൽ ആ 2 ഫാബ്രിക്കും കൂടി കൂട്ടി വെച്ചുകൊണ്ട് നമ്മൾ ഓവർലോക്ക് സീം കൊടുക്കുന്നു. അപ്പം രണ്ടാമത്തെ സീമും എല്ലാവർക്കും അറിയാമല്ലേ, അത് ഓവർലോക്ക് സീമാണ്. അതായത് നമ്മുടെ വലിയുന്ന തുണിയൊക്കെ, അതായത് ഈ നൂല് എഴഞ്ഞെഴിഞ്ഞ് പോകുന്ന തുണിയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അത് മസ്റ്റായിട്ട് കൊടുക്കുന്ന ഒരു സീം ഫിനിഷസ് ആയിരിക്കും അല്ലേ നമ്മുടെ ഓവർലോക്ക് സീം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ചിലപ്പോൾ സാരിയുടെ തുമ്പിലൊക്കെ അടിച്ചു കൊടുക്കാറുണ്ട്. ഇല്ലെങ്കിൽ നമ്മൾ ചുരിദാറോ ഫ്രോക്കോ ഒക്കെ ചെയ്തിട്ട് അതിൻ്റെ നൂല് വലിയാതിരിക്കാൻ വേണ്ടി നമ്മൾ അതിൻ്റെ അടിവശത്തോ സൈഡിലോ ഒക്കെ ആയിട്ട് നമ്മൾ ഓവർലോക്ക് സീമും കൊടുക്കാറുണ്ടല്ലേ. ഇനി നമ്മൾ മൂന്നാമത്തെ സീം ഫിനിഷസ് ആണ് ഇവിടെ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിനുവേണ്ടി നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത് പ്ലെയിൻ സീം തന്നെയാണ്. എന്നിട്ട് നമ്മൾ ഫാബ്രിക് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ സൈഡിൽ കൂടി അടിച്ചു കൊടുക്കുവാണ്. നമ്മളിവിടെ ഒരു 3/4 ഇഞ്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പം വേണ്ടേ നമ്മളിത് സൈഡിൽ കൂടെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടേ ഈ പോയിരിക്കുന്ന ആ ഭാഗം ഉണ്ടല്ലോ, അതിൻ്റെ ഒരു വശം ഇങ്ങനെ എടുക്കുക. എന്നിട്ട് അതിനെ വേണ്ട ഇങ്ങനെ അകത്തോട്ട് മടക്കി കൊടുക്കണേ. 2 ഭാഗത്തിൻ്റെ ആ സെൻറ്ററിലോട്ട് വേണം ഈ മടക്ക് വരാൻ വേണ്ടിയ ഇങ്ങനെ. എന്നിട്ട് നമ്മൾ അതിൻ്റെ സൈഡിൽ കൂടി അടിച്ചു പോകുവാണ്. ഒത്തിരി തയ്യൽ തുമ്പ് വരാതെയും കൊണ്ട്, അതായത് നമ്മുടെ തുണി ഒരുപാട് മിച്ചം മുന്നോട്ട് കയറി കിടക്കാതെയും കൊണ്ട് ആ മടക്കി വെച്ച സൈഡിൽ കൂടി തന്നെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പേരെന്ന് പറയുന്നത് ടേൺഡ് ആൻഡ് സ്റ്റിച്ചഡ് എന്നാണ്, അല്ലെങ്കിൽ ക്ലീൻ ഫിനിഷ്ഡ് എന്ന് പറയുവേ. അപ്പം നേരെ ഒരു വശം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി ഇതിൻ്റെ അപ്പുറത്തെ വശം കൂടി സ്റ്റിച്ച് ചെയ്ത് എടുക്കണം. അപ്പം വേണ്ട ടേൺഡ് ആൻഡ് സ്റ്റിച്ചഡ് അല്ലെങ്കിൽ ക്ലീൻ ഫിനിഷ്ഡ് നമ്മളിവിടെ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനിയും 4ാമത്തെ സീം ഇതാണ്. ഇത്
പിക്ക്ഡ് സീം എന്നാണ് ഇതിന് പറയുന്നത്. ഇത് മിക്കവാറും നമ്മൾ ഡെക്കറേഷന് വേണ്ടി ചെയ്യുന്ന ഒരു സീം ഫിനിഷേഴ്സ് ആയിരിക്കും. ഈ സിസേഴ്സ് ഉപയോഗിച്ചാണ് അത് ചെയ്യുന്നത്. ഇതിൻ്റെ പേര് പിങ്കിങ് ഷിയേഴ്സ് എന്നാണ്. ഇനി നമ്മൾ 5ാമത്തെ സീമാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിനുവേണ്ടി വേണ്ടി നമ്മൾ 2 ഫാബ്രിക് എടുത്തിട്ടുണ്ട്. അതിനെ നമ്മൾ ആദ്യമേ പ്ലെയിൻ സീമാണ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം ഈ സീമിൻ്റെ പേര് ഫ്രഞ്ച് സീം എന്നാണ്. അപ്പോൾ വേണ്ടേ ഫസ്റ്റ് നമ്മൾ പ്ലെയിൻ സീം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ സീം സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു 1/4 ഇഞ്ച് ഇട്ട് സ്റ്റിച്ച് ചെയ്തേച്ചാൽ മതി. കാരണം വേണ്ടേ നമ്മൾ ഇതിനെ ഇങ്ങനെ തിരിച്ചിട്ടിട്ടുണ്ട്. എന്നിട്ട് അതിനെ ഇങ്ങനെ മടക്കിയിട്ട് ഇതിൻ്റെ സൈഡിൽ കൂടി ഇനി അടിച്ചു കൊടുക്കാൻ വേണ്ടിയാണ്. അതായത് സൈഡിൽ കൂടി എന്ന് പറയുമ്പോഴത്തേനും നമ്മൾ ആദ്യമേ അടിച്ച ആ സീമിൻ്റെ അത് വരരുത്. നമ്മൾ ഈ സൈഡിൽ കൂടി സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേനും ഈ ഫാബ്രിക് വെളിയിൽ തെളിഞ്ഞ് കാണരുത്. ഇതിൻ്റെ കുറച്ച് ഇപ്പുറത്തോട്ട് വരുന്നത് പോണക്ക് വേണം ഈ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടി. ഇപ്പോൾ ഈ ഫ്രഞ്ച് സീം നമ്മൾ മിക്കവാറും ബ്ലൗസൊക്കെ ഫിനിഷ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാറുണ്ട്. അതായത് നമ്മുടെ ഈ സൈഡിൽ കൊണ്ട് കയറാതിരിക്കാനും പിന്നെ നല്ലൊരു ഫിനിഷ് കിട്ടാൻ വേണ്ടിയൊക്കെ ആണെങ്കിൽ ഈ ഫ്രഞ്ച് സീം വളരെ നല്ലതാണ്. അപ്പോൾ അതേണ്ട നമ്മൾ ഫ്രഞ്ച് സീം ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടല്ലോ, ഇവിടെയൊക്കെ നല്ല ഫിനിഷാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ പുറവശം എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും. ഇനി നമ്മൾ 6ാമത്തെ സീമാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പം വേണ്ടേ നമ്മൾ അതിന് വേണ്ടി 2 പീസ് ഫാബ്രിക് എടുത്തിട്ടുണ്ട്. അപ്പം ഒരെണ്ണം ഉണ്ടല്ലോ, ഇങ്ങനെ രണ്ടും കൂടി ഒരുമിച്ചല്ല വെക്കേണ്ടത്. ഒരെണ്ണം കുറച്ച് ഇപ്പുറത്തോട്ട് നീക്കി വേണം വെച്ച് കൊടുക്കാൻ വേണ്ടി. എന്നിട്ട് നമ്മൾ അങ്ങനെ വെച്ച് കൊടുത്തിട്ട് പ്ലെയിൻ സീം കൊടുക്കുക. അപ്പം വേണ്ടേ നമ്മൾ പ്ലെയിൻ സീം അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി വേണ്ട ഈ മുന്നോട്ട് നിൽക്കുന്ന ഈ ഫാബ്രിക് ഉണ്ടല്ലോ, അതിനെ മടക്കി ഉണ്ടല്ലോ അകത്തോട്ട് കൊടുക്കണേ. അതായത് ഈ ഫാബ്രിക് ഇങ്ങനെ നൂർത്ത് വെച്ചിട്ട് എന്നിട്ട് വേണ്ട നമ്മുടെ ആ കുറഞ്ഞ് നിൽക്കുന്ന വശത്തോട്ട് ഈ കൂടി നിൽക്കുന്ന ഭാഗം ഇങ്ങനെ അകത്തോട്ട് മടക്കി വെച്ചിട്ട് ഇതിനെ ഇങ്ങനെ അങ്ങോട്ടേക്ക് വെക്കുക. എന്നിട്ട് അതിൻ്റെ സൈഡിൽ കൂടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഈ സ്റ്റിച്ചിൻ്റെ പേരാണ് ഫ്ലാറ്റ് ഫിൽഡ് സീം. അപ്പോൾ വേണ്ടേ നമ്മൾ ഫ്ലാറ്റ് ഫിൽഡ് സീമും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ 7ാമത്തെ സീം ഫിനിഷസ് ആണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിൻ്റെ പേരാണ് ഡബിൾ ടോപ്പ് സ്റ്റിച്ച്. അപ്പോൾ വേണ്ടേ നമ്മൾ 2 പീസ് ഫാബ്രിക് എടുത്തിട്ടുണ്ട്. അതിനെ നമ്മൾ ഒന്നിച്ച് വെച്ച് തന്നെ പ്ലെയിൻ സീം കൊടുക്കുവാണ്. അപ്പോൾ വേണ്ടേ നമ്മൾ പ്ലെയിൻ സീം കൊടുത്തെടുത്തിട്ടുണ്ട്. ഇനി വേണ്ട ഇതിനെ ഇങ്ങനെ നിവർത്തിയിട്ടിട്ട് ഈ പോയേക്കുന്ന സീം അലവൻസിനെ ഉണ്ടല്ലോ, അതെ നമ്മൾ ആ സ്റ്റിച്ച് ചെയ്തതിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും കൂടി ഇങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ 2ൻ്റെ സൈഡ് വശത്തൂടെ ഓരോ സ്റ്റിച്ച് കൊടുക്കുക. അപ്പം നമ്മുടെ ഈ കട്ട് ചെയ്ത് പോയേക്കുന്ന ആ ഭാഗം ഉണ്ടല്ലോ, തീരുന്ന ആ സൈഡിലായിട്ട് വേണം സ്റ്റിച്ച് കൊടുക്കാൻ വേണ്ടി. ഒത്തിരി മുന്നോട്ട് കയറി നിൽക്കരുത്. അപ്പോൾ ഈ സ്റ്റിച്ചിൻ്റെ പേരാണ് ഡബിൾ ടോപ്പ് സ്റ്റിച്ച്. ഇതിൻ്റെ ബാക്ക് വശം നോക്കിയാൽ അറിയാം. ഇത് കണ്ടോ, 2 സ്റ്റിച്ചാണ് വന്നിരിക്കുന്നത്. ടോപ്പ് സ്റ്റിച്ചായിട്ട് 2 സ്റ്റിച്ച് ഇവിടെ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതിന് ഡബിൾ ടോപ്പ് സ്റ്റിച്ച് എന്ന് പറയുന്നത്.
ഇനി നമ്മൾ എട്ടാമത്തെ സീം ഫിനിഷസ് ആണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിൻ്റെ പേരാണ് വെൽറ്റ് സീം. അപ്പം വേണ്ട നമ്മൾ 2 ഫാബ്രിക് എടുത്തിട്ടുണ്ട്. അതിനെ നമ്മൾ പ്ലെയിൻ സീമാണ് ആദ്യമേ കൊടുക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ മനസ്സിലായല്ലോ, നമ്മൾ ഏത് സീം കൊടുക്കണമെന്നുണ്ടെങ്കിലും ഫസ്റ്റ് പ്ലെയിൻ സീമാണ് കൊടുക്കുന്നത്. അതിന് ശേഷമാണ് നമ്മൾ ബാക്കി വരുന്ന സീമുകൾ കൊടുത്തു പോകുന്നത്. അപ്പം ഇതിൻ്റെ പേരാണ് വെൽറ്റ് സീം. വേണ്ട നമ്മൾ പ്ലെയിൻ സീം കൊടുത്തു. എന്നിട്ട് ഇതിൻ്റെ ഉണ്ടല്ലോ ഇങ്ങനെ നിവർത്തി വെച്ചിട്ട് ഇതിൻ്റെ ഒരു ഭാഗം നമ്മൾ കട്ട് ചെയ്ത് മാറ്റുകയാണ് ചെയ്യുന്നത്. അതേണ്ട നമ്മൾ അതിൻ്റെ ഒരു ഭാഗം കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിനെ ഇങ്ങനെ തിരിച്ചിട്ടിട്ട് ഇതിങ്ങനെ മടക്കി വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വേണ്ടേ നമ്മുടെ എട്ടാമത്തെ സീമായ വെൽറ്റ് സീം നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ കാണുമ്പോൾ തന്നെ ഒരു സംശയം തോന്നിയേക്കുക, ഇതിന് മുമ്പ് നമ്മൾ ഒരു സീം ഇതുപോലൊക്കെ ചെയ്തില്ലേന്ന്. അത് ഫ്ലാറ്റ് ഫെൽഡ് സീമായിരുന്നു. ഇത് രണ്ടും കൂടി മാറിപ്പോകരുത്. ഇപ്പം നമ്മൾ ചെയ്തത് വെൽറ്റ് സീമും പിന്നെ കുറച്ച് മുമ്പ് നമ്മൾ ചെയ്തേക്കുന്നത് ഫ്ലാറ്റ് ഫെൽഡ് സീമാണ്. അത് രണ്ടും സ്റ്റിച്ചിങ്ങിൽ വ്യത്യാസം വരുന്നുണ്ട്. ഒരെണ്ണം നമ്മൾ ഫാബ്രിക് മുന്നോട്ടും കുറച്ച് കയറ്റി വെച്ച് ഒരെണ്ണം അതിൻ്റെ കുറച്ച് താഴോട്ട് ഇറക്കി വെച്ചിട്ടാണ് ഫ്ലാറ്റ് ഫിൽഡ് സീം ചെയ്തേക്കുന്നത്. എന്നിട്ടാണ് അതിനെ മടക്കി വെച്ച് കൊടുത്തേക്കുന്നത്. അതായത് ഇതേണ്ട ഈ സീമ. ഇപ്പം നമ്മൾ ചെയ്തത്, നമ്മൾ ആദ്യമേ 2 ഫാബ്രിക്കും കൂടി ഒരു പോണക്ക് വെച്ച് കൊടുത്ത് പ്ലെയിൻ സീം കൊടുത്തിട്ട് എന്നിട്ടാണ് ഒരു സൈഡ് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് അതിനെ മടക്കി അടിച്ച് കൊടുത്തേക്കുന്നത്. ഇനി ഇത് അടുത്ത സ്റ്റിച്ചാണ്. ഇതിൻ്റെ പേരാണ് ബയാസ് ബൈൻഡിങ്. അപ്പോൾ ഇത് നമ്മൾ മിക്കവാറും നെക്കിലൊക്കെ ചെയ്യുന്ന ഒരു സീം ഫിനിഷസ് ആണ്. ഇത് ക്രോസ് പീസ് എടുത്തിട്ട് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഇരിക്കുന്ന ഒരു സീമാണ്. ഇതിൻ്റെ പേരാണ് ഹോങ്കോങ് സീം. അതായത് ഇത് നമ്മൾ ചെയ്യുന്നത് സ്ട്രെയിറ്റ് പീസ് എടുത്തിട്ട് തന്നെയായിരിക്കും. മറ്റേത് നമ്മൾ ക്രോസ് പീസ് എടുത്തായിരുന്നു ചെയ്തതെങ്കിൽ ഇത് സ്ട്രെയിറ്റ് പീസും കൊണ്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ബയാസ് ബൈൻഡിങ്ങും ഹോങ്കോങ്ങും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഒന്ന് സ്ട്രെച്ചബിൾ ആയിരിക്കും, ഒന്ന് സ്ട്രെച്ചബിൾ അല്ലായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. ടാറ്റാ, ബൈ ബൈ.